ഹലോ, എല്ലാവർക്കും സുമിസ് ഹെവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെടിച്ചട്ടി വാങ്ങാൻ പോവാണ്, പൂച്ചട്ടി. അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്നലെ നവ്യേൻ്റെ അടുത്തുനിന്ന് കുറേ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടന്നുപിടിച്ച് പോകാണ്. ഇത് വരുന്ന ശരി. പോവല്ലേ? അതൊന്നും ഇത് അത് റോസ്, വളം റോസ്. ഓർക്കിഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. റോസിനൊക്കെ 35-45 റേറ്റ് വരണത്. നല്ല രസമില്ലേ ഫ്ലവർ കാണാനായിട്ട്? ഇതൊക്കെ അലസി പോവാ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അലസി പൂ. ഓടിക്കളിക്കാൻ പാടുണ്ടോ? എന്നിട്ട് ദേവം ഇങ്ങനെ ഓടിക്കളിക്കാണ്. ഈ റോസയില് 100 രൂപയാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? വൈറ്റ് അത് പൈസയാണ്. അത് പൈസ എഴുതിയേക്കണേ. അത് എത്ര പൈസ അറിയില്ല. കാബേജ് പോവാ? അതാര് പറഞ്ഞു? ഇത് കാബേജ് പോവാ? അല്ല, കാബേജ് പൂവല്ലേ ഇത്. വെറുതെ ഞാൻ പറഞ്ഞാള്, ഇത് കാബേജ് പൂവൊന്നുമല്ല. ഇങ്ങനെ കാബേജ് പൂവാണ്. അങ്ങനെ വെറുതെ പറഞ്ഞറിയാ. മൂത്ത കാബേജ് പൂവാണ് കേട്ടോട്ടെ. അതുകൊണ്ട് മൂത്തിയോട് വരണ്ടേ ഞാൻ അങ്ങനെ പറഞ്ഞറിയാ. ദേവ ആരോടെ വർത്താനം പറയണേ? അത് എന്റെ അംഗൻവാടിന്റെ ടീച്ചറിന്റെ ആണ്. ഈ ചട്ടിക്കൊക്കെ വില? ആ വീട്ടിലുണ്ട്. ഞാൻ എടുത്തോളൂ. മുള്ള് ഇത് നമ്മൾ വാങ്ങിച്ച ചെടി. വരണ നിങ്ങളുടെ കൂടെ എനക്കും വരണം. ഞാൻ വണ്ടിയിലൊക്കെ ഉണ്ടാക്കാനാണ് ഫ്ലവറ്. റോസാപ്പൂ അല്ലേ? ഇത് ദേവന്റെ അംഗനവാടിയിലെ ടീച്ചർ വാങ്ങിച്ച ഇതാണ്. പച്ചമുളകിന്റെ തൈ. അപ്പം ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ടീച്ചർ നിന്നിട്ട് ഭയങ്കര ഞാനങ്ങ് എടുക്കുമെന്ന് എന്തോ പേടിച്ചിട്ട് അപ്പാടെ അതങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഇത് നമ്മൾ ചാമ്പാട് നഴ്സറിയിലാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ചെടിച്ചട്ടി ഒരു 15 വാങ്ങിച്ചത്. 35 രൂപയാണ് കേട്ടോ ചെടിച്ചട്ടിക്ക്. പിന്നെ ഫ്ലവർ അതുപോലെ 3-4 എല്ലാം റോസ് പൂവാട്ടാ വാങ്ങിച്ചത്, പനിനീർ. പിന്നെ ഞാൻ ഇതാ പോകുന്നതിന് മുന്നേ മണ്ണ് കുറച്ച് കൊത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് കുറച്ച് ഇത് നട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിറ്റേ ദിവസം കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. ചെടി നടന്നു. ഏത് മണ്ണ? അത് അതിൻ്റെ തിടാനാ. നമ്മളിപ്പോൾ വാങ്ങിച്ച ഫ്ലവർ നട്ട്. നല്ല രസമുള്ള ഫ്ലവർ കാണാൻ. ഇത് ഞാൻ നേരത്തെ കഷ്ടപ്പെട്ട് മോളിന്ന് നമ്മളെ സ്വന്തം പറമ്പിന്ന് കൊത്തിയിട്ടെടുത്ത മണ്ണ്. ഇവിടെ ഒരു ചെമ്പരത്തി ഉണ്ട്. ഇത് കുറേ വർഷമായി അല്ലമ്മേ? ഇപ്പാണ് മഞ്ഞ് മുട്ടുണ്ട് വിരാറായി. ഇവിടെ സന്ധ്യ ആയിട്ടാ. ഇവിടെ ഒരു കാന്താരി ഉണ്ട് കണ്ടോ. ഇത് കുറേ ഉണ്ടായിരുന്നു. ഞാൻ
ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വന്ന സമയത്താണ് കണ്ടത്. അന്നേരം ഒരുപാടുണ്ടായി. ഞാൻ പോകുമ്പോൾ എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായത്. ഇപ്പം എല്ലാം പ്രായമായി ഇത് പോയി, ഇരുട്ടായി. മൈസൂർ റോസ് ഉണ്ടാ? മൈസൂർ റോസ് ഇത് മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നില്ല. രാവിലെ അങ്ങനെ നമ്മള് ചെടിയൊക്കെ നടുവാണ് കേട്ടോ. അമ്മക്കെന്നാ പിന്നെ വെള്ള പറയാറിയമായിട്ട് എന്തെന്ന് ഇങ്ങോട്ട് വരുവാ. അന്ന് വന്ന ആൾ തന്നെയാണെന്ന് തോന്നുന്നു. വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമില്ലേ. അപ്പം അത് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇതിങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചെടി നടാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി മണ്ണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ രാത്രി പിന്നെ പറമ്പത്ത് പോയിട്ടൊന്നും കൊത്തിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം നടാമെന്ന് വിചാരിച്ചു. പിന്നെ ചെടികളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂച്ച നല്ല സുഖമായിട്ട് ഉറങ്ങുന്നതാണേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് സൂമാക്കി വെക്കുമ്പോഴത്തേക്കാണ് കണ്ണ് തുറന്ന് വെച്ചിന്. എന്തിതാ ചട്ടിയൊക്കെ കുറേ ചട്ടി കഴിഞ്ഞതുകൊണ്ട് ചട്ടി ഇനി വാങ്ങിക്കണം അത്തേട്ടാ. അതുകൊണ്ട് പിന്നെ തൽക്കാലം കവറിൽ നടാമെന്ന് വിചാരിച്ചു. വേറെ ഗ്രോ ബാഗ് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചു വെച്ചൊന്നുമില്ല. ഇപ്പം ചട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ അമ്മേൻ്റെ പരിപാടിയാട്ടാ.